ഞാൻ ജയമതി. നമുക്കിന്ന് പുതിയൊരാശയത്തെ പറ്റി ചിന്തിക്കാം. ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. അതായത് ജീവിതമാണോ ലഹരി, ലഹരിയാണോ ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസമാണത്, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വസ്തുക്കൾ ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ വളരെയധികം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. കുറച്ച് സമയത്ത് അല്ലെങ്കിൽ നൈമിഷികമായ സുഖത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന, അല്ലെങ്കിൽ പുതിയ ഒരു സുഖത്തിന് വേണ്ടി തേടുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. ഈ തലമുറയെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ദയനീയമായി, അല്ലെങ്കിൽ നമ്മുടെ പല സങ്കല്പങ്ങളും പല സ്വപ്നങ്ങളും പൊരിഞ്ഞു പോകുന്ന, വളരെ നമ്മളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു വസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. എന്തുകൊണ്ടാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മാറ്റുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുമ്പോൾ ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു ജീവിതത്തിന് അവനെ പ്രാപ്തമാക്കുന്ന ഒരു മനസ്സും ശരീരവുമാണ്. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ, പ്രത്യേകിച്ച് പുകവലി നമ്മൾ പതിവായി നടത്തുമ്പോൾ, അല്ലെങ്കിൽ പതിവായി പുകവലിക്കുന്ന ഒരാളിൻ്റെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അയാളുടെ ശ്വാസകോശം തകരാറിലാവും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അയാൾക്ക് പിടിപെടുന്നു. ഈ പുക വലിക്കുന്ന ആളിനേക്കാളും ദോഷം ചെയ്യുന്നത് പുകവലി ഏൽക്കുന്ന ആളിനാണ്. അതുപോലെ അമിതമായ മദ്യപാനം കരളിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ശരീരത്തിലെ കരളിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതോടൊപ്പം മറ്റു പല അസുഖങ്ങൾക്കും അയാൾ അടിമയായി മാറുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ താറുമാറാക്കും. അതായത് നമ്മുടെ ജീവിതത്തെ മുഴുവനും തകർക്കുന്ന ഒരു വസ്തുവായി ലഹരി വസ്തുക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇങ്ങനെ ഈ കുട്ടികളെ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുള്ള ജനതയെ ഈ ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവാന്മാരാക്കുന്നതിനും അതിനെതിരെ അണിനിരത്തുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വേൾഡ് യുണൈറ്റഡ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം എന്ന് പറയുന്ന സംഘടനയാണ് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതും ഈ പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട വലിയ ഒരു കാര്യം, ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ, ഇന്നത്തെ തലമുറ കടന്നു പോകും. നാളത്തെ തലമുറ എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കും. ഇന്ന് പിറന്നു വീഴുന്ന ഓരോ പിഞ്ചു കുഞ്ഞുമാണ് നാളത്തെ തലമുറ. ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ രാജ്യത്തെ വരുന്നത് ലോകത്തിൻ്റെ നെടുന്തൂണായി മാറേണ്ടവരാണ് ഇന്ന് നമ്മൾ കാണുന്ന കുട്ടികളും യുവാക്കളും. ഇവരെ എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിനെപ്പറ്റി നമ്മൾ വളരെയധികം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു. അവരുടെ പുതിയ അസുഖങ്ങൾക്ക് അവരെ അടിമപ്പെട്ടു പോകുന്നു. തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു, വളരെ ദോഷകരമായി ബാധിക്കുന്നു. അതായത് തലച്ചോറിൻ്റെ വികാസത്തെയും ബുദ്ധിപരമായ വളർച്ചയെയും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടസ്സപ്പെടുത്തുന്നു. അതുപോലെ ഇവർ അമിതമായ ഉത്കണ്ഠയ്ക്ക് അടിമപ്പെടുന്നു. അമിതമായ വിഷാദരോഗത്തിന് അകാരണമായി ഇവർ വിഷാദരോഗത്തിലായി പോകുന്നു. ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുന്നില്ല. ഇവർക്ക് ഓർമ്മക്കുറവുണ്ടാകുന്നു. ഇവർ ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു. ജീവിതത്തിൻ്റെ താളം തന്നെ ആകെ തെറ്റിയ ഒരവസ്ഥയിലേക്ക് ഇന്ന് കുട്ടികൾ ദയനീയമായി വലിയ ഒരു കുഴിയിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് നമുക്ക് അറിയാം. ഇന്ന് നടക്കുന്ന പല അപകട മരണങ്ങളും നമ്മുടെ പിന്നിലേക്ക് യുവാക്കളെല്ലാം പുതിയ വണ്ടികളിലും കാറുകളിലും ഒക്കെ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ അവർക്ക് ഒത്തിരി ദാരുണമായ അപകടം സംഭവിക്കുന്നു. ഒത്തിരി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് അവർ പൊലിയിച്ച് കളഞ്ഞത്, നഷ്ടപ്പെടുത്തുന്നത്. എങ്കിലും നമ്മൾ അതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പല കുടുംബങ്ങളിലും പല അപകട മരണങ്ങളും നടക്കുന്നതിൻ്റെ പിന്നിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. അതുപോലെ കോടതി മുറികളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുന്ന മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും കുട്ടികളും അവരുടെ ജീവിതവും ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്നു. ഇതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പല കേസുകളുടെയും പിന്നിൽ ഉള്ളത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ 2022
വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് അനുസരിച്ച് 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവരാണ് കൂടുതലും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹെപ്പാറ്റൈറ്റിസ്, എയ്ഡ്സ് എന്ന് പറയുന്ന ഈ രോഗങ്ങൾ കൂടുതൽ പകരുന്നതിന് കാരണമാകുന്നത് മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ്. ഈ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വേറെയാണെങ്കിലും ഇത് പകരുന്നതിനുള്ള കാരണങ്ങൾ, അതായത് ഇതിൻ്റെ അശാസ്ത്രീയമായ രീതിയിലുള്ള സിറിഞ്ച് മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നതിന് ഓരോരുത്തരും ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ മാറി മാറി കൈമാറി ഉപയോഗിക്കുന്നതൊക്കെയാണ് ഇതിന് കൂടുതലും ഇത് പകരുന്നതിനുള്ള അസുഖങ്ങൾ പകരുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. ഈ യുവാക്കളെ ഇതെങ്ങനെ ബാധിക്കുന്നു അവർക്ക് ശരിക്കുമുള്ള ഒരു ലക്ഷ്യബോധമില്ലാതാവുന്നു. അവർക്ക് ആത്മഹത്യാ പ്രവണത, കാരണം അവരുടെ ജീവിതത്തിനെ പറ്റി അവർക്ക് ഒരു ലക്ഷ്യമില്ലാതെ അവർ ആത്മഹത്യയിലേക്ക് വഴുതി വീണു പോകുന്നു. ബന്ധങ്ങൾ മറന്നു പോകുന്നു. കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ ആകെ ഇളകി മറിയുകയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ മറന്നു പോകുന്നു, വ്യക്തിബന്ധങ്ങൾ മറന്നു പോകുന്നു, തൻ്റെ സ്വന്തം വില പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ യുവാക്കൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് അവർ മാതാപിതാക്കളെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, മറ്റ് കാമുകനെ കൊല്ലുന്നു. ഇങ്ങനെ വളരെയധികം കുറ്റകൃത്യങ്ങളിലേക്ക് ഇവർ കടന്ന് വീഴുന്നതിൻ്റെ പ്രധാന കാരണം ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. ഈ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ന് പറയുന്ന ആൾക്ക് ഞാൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ലഹരിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നമ്മെ സഹായിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ റൂമുണ്ട്. അതിൻ്റെ നമ്പറാണ് 1933. നമ്മൾ ഈ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണുകയോ കേൾക്കുകയോ നമ്മൾ അനുഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1933 എന്ന് പറയുന്ന നമ്പറിൽ നമുക്ക് സഹായം തേടാവുന്നതാണ്. അതുപോലെ നമുക്കറിവുള്ള ഏതെങ്കിലും വ്യക്തികളോ കുടുംബമോ സമൂഹമോ എന്തെങ്കിലും ഈ ലഹരി വസ്തുക്കൾ വിൽക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട അധികാരികളെ നമ്മൾ അറിയിക്കണം. അവിടെ നമ്മൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ട് കാര്യം, നമ്മുടെ ലക്ഷ്യം വരുന്ന തലമുറ നമ്മൾ നല്ലതായിരിക്കണം, പുതിയൊരു തലമുറയ്ക്ക് രൂപപ്പെടുത്തുന്നതിനുള്ള എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള വ്യക്തമായ ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ ആ കാര്യത്തിൽ ഇടപെടണം. അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ വളരെ ദുഃഖകരമായി നമ്മളെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു പ്രധാനമായ ഒരു വിഷയമാണ് പല സ്കൂളുകളിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗം നടക്കുന്നു. മയക്കുമരുന്നുകൾ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു, കൂട്ടുകാർക്ക് കൊടുക്കുന്നു. അതൊക്കെ വളരെ 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 നമ്മുടെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിശിതമായി തന്നെ നമ്മളതിനെ വിമർശിക്കുകയും അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ കണ്ടുപിടിക്കുക, അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത ഒരു സംരംഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാളെ ഒരു നല്ലൊരു കേരളത്തെ സ്വപ്നം കാണുന്ന ഓരോ വ്യക്തിയും വളരെ നെഞ്ചിലേറ്റേണ്ട ഒരു കാര്യമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇതിലൊരിക്കലും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല, ഒരിക്കലും ജാതി കലർത്തേണ്ട കാര്യമില്ല. നമ്മുടെ പുതിയ ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മൾ ഒരുമിച്ച് ചേർക്കേണ്ട ഒരു അവസരമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ, നമുക്കതിൽ പങ്കുകാരാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു പുണ്യമായി മാറുന്നത്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, ഇന്നത്തെ സമൂഹം വളരെയധികം അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളും യുവാക്കളും ഒക്കെ വളരെ ആകാംക്ഷയോടെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹമാണ് ആർട്ടിസ്റ്റുകൾ, മ്യൂസീഷ്യൻസ്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ, വലിയ സെലിബ്രിറ്റീസുകൾ, ഫിലിം സ്റ്റാർസ്, ഇങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇങ്ങനെ വലിയ ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ഗുണമുള്ള, നല്ല മേന്മയുള്ള, നല്ല തങ്ങളുടെ സ്വപ്നങ്ങളെ ഊട്ടി വളർത്താൻ സഹായിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ പുറകെ ഒരു തലമുറ അവരുടെ പിന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അവരുടെ പിന്നാലെ ചെല്ലുമ്പോൾ അവർ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ താൻ ജീവിക്കുന്ന സമൂഹത്തോടും എൻ്റെ പിന്നാലെ വരുന്ന യുവാക്കളോടും വരുന്ന തലമുറയോടുമാണ്. അപ്പോൾ ആ വ്യക്തികൾ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സംഗീതമാകട്ടെ, ഏത് നിലവാരത്തിൽ ഏത് ജീവിത സാഹചര്യത്തിലുള്ളവരായാലും അവർക്ക് സമൂഹത്തോടും അവർ ജീവിക്കുന്ന സാഹചര്യത്തോടും പുതിയ തലമുറയോടുമുള്ള അവരുടെ പ്രതിബദ്ധത അവർ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ കലയെ സ്നേഹിക്കുകയും സംഗീതത്തെ സ്നേഹിക്കുകയും
പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നതും പുതിയ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറുകയും പുതിയ വായനയുടെ ലോകത്തേക്ക് കടന്നു വരുന്നവരും പുതിയ പുസ്തകങ്ങൾ എഴുതുന്നവരും പുതിയ ചിന്തകളും കൊണ്ടും നന്മ കൊണ്ടും ലോകത്തെ നിറയ്ക്കുന്ന ഒരു പുതിയ തലമുറയെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഈ മുന്നേറാം. അങ്ങനെ ഈ ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിന് എതിരെ പോരാടുന്ന വ്യക്താക്കളായിട്ട് നമുക്ക് മാറാം. അങ്ങനെ നല്ലൊരു ജീവിത സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം. ഓക്കെ, ഇനി അടുത്ത ഒരു ആശയവുമായി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.